അല്ലെങ്കിൽ അവനൊരു ബോയ് അല്ലേ, അവന് ചിലപ്പം പെട്ടെന്ന് ദേഷ്യം വന്ന് കാണും. ആ കുട്ടിക്കുണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ധാരണ എന്ന് പറയുന്നത്, ഓക്കെ ഞാൻ എന്ത് നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ദർ ആർ പീപ്പിൾ ടു പ്രൊട്ടക്ട് മീ. അതിലൊക്കെ കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഒരു നായകൻ വരുന്നു, വയലൻസ് കാണിക്കുന്നു, വില്ലന്മാരെ കൊല്ലുന്നു, അല്ലെങ്കിൽ വാട്ട് എവർ വയലൻസ് ഇസ് ദെയർ അത് ചെയ്യുന്നു, BGM ഇടുന്നു, ആ ഒരു വയലൻസിനെ ആഘോഷിക്കപ്പെടുന്നു. അതായത് ദേ സെലിബ്രേറ്റ് ദാറ്റ് വയലൻസ്. This is how criminal behavior spread through a false sense of safety in a very dangerous situation. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷഹബാസ് മർഡർ കേസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കേസ് നമ്മുടെ നാടിനെയും അല്ലെങ്കിൽ കേരളത്തെയൊക്കെ എത്രത്തോളം ഷോക്ക് ചെയ്തു. നമുക്ക് ചില ആൾക്കാർക്ക് ഒരുപാട് അത്ഭുതം തോന്നിപ്പോയ ഒരു സംഭവമാണ്. ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് കാണാൻ പറ്റും. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ മാത്രം ഉള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. മജോറിറ്റി ഓഫ് ആൾക്കാർ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ബൈ ബർത്തിൽ തന്നെ ക്രിമിനൽസ് ആയിട്ട് ജനിക്കുന്നു, അല്ലെങ്കിൽ അത് അവരുടെ ബ്ലഡിലുള്ളതാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും ഒരുപാട് ആൾക്കാർക്ക് പറയാനുള്ളത്. ബട്ട് സൈക്കോളജി ടെൽസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. അതായത് എല്ലാ വയലൻറ്റ് ബിഹേവിയറും എപ്പോഴും ഇൻഹെറിറ്റഡ് ആയിട്ട് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സൊസൈറ്റി പ്ലേസ് എ ഹ്യൂജ് റോൾ. സൊസൈറ്റി ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒരു വ്യക്തിയോട്, ഒരു വളർന്നു വരുന്ന ഡെവലപ്മെൻറ്റ് സ്റ്റേജിലുള്ള ഒരു വ്യക്തിയോട്, ഒരു കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രിയപ്പെട്ട ഒരാളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് അതിനെ നമ്മളധികം ഗൗനിക്കാതെ, അല്ലെങ്കിൽ റോങ് ഇൻസിഡൻറ്റിന് ശേഷം ആ വ്യക്തിക്ക് ഒരു ഫീലിംഗ് പ്രൊട്ടക്റ്റഡ്, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് സേഫ് ആയി എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ആ വ്യക്തിയുടെ മുന്നോട്ടുള്ള ബാക്കിയുള്ള ഒരുപാട് ബിഹേവിയർ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടാനും ഡെവലപ്പ് ചെയ്യപ്പെടാനും ഒക്കെ കാരണമാകുന്നതാണ്. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഷഹബാസ് കേസ്. അതായത് ഇതുപോലെയുള്ള മറ്റ് കേസുകളെയും കൂടെ നമ്മൾ കണക്കാക്കിക്കൊണ്ട് കുറച്ചും കൂടെ നേരത്തെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ അവൻ്റെ സൊസൈറ്റി, അവൻ്റെ സറൗണ്ടിങ്സ്, എൻവയോൺമെൻറ്റ് ഒക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യപ്പെടാമായിരുന്ന ഒരുപാട് കേസുകളെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ഈ വീഡിയോ. ആദ്യത്തേതെന്ന് പറയുന്നത് നേച്ചർ ആൻഡ് നർച്ചർ. ഇത് സൈക്കോളജിയിലെ ഏറ്റവും ബേസിക് ആൻഡ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു തിയറിയാണ്. രണ്ട് കുട്ടികൾ സെയിം ഡേയിൽ ജനിക്കുന്നു. ഒരു വ്യക്തി വളരെ കമ്പാഷനേറ്റും വളരെ കൈൻഡായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പിന്നീട് ഡെവലപ്പ് ആവുന്നു. മറ്റൊരു വ്യക്തി വളരെ വയലൻ്റ് ആൻഡ് അഗ്രസീവ് ബിഹേവിയർ ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നു. സോ വാട്ട് മെയ്ഡ് ദ ഡിഫറൻസ്? രണ്ട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ജനറ്റിക്സും ബയോളജിക്കൽ ഫീച്ചേഴ്സും ഒക്കെ എടുക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് വളർന്നു വരുന്ന സാഹചര്യം. സോ ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചേർന്നിട്ടാണ് ഒരു വ്യക്തിയുടെ ടോട്ടലായിട്ടുള്ള സ്വഭാവ രൂപീകരണവും ബാക്കിയുള്ള അയാളുടെ ഡെവലപ്മെൻറ്റും, അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, അയാളുടെ ബിഹേവിയർ പാറ്റേൺസ് ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം സംഭവിക്കും. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നേച്ചർ, അയാളുടെ ജനറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം. അതായത് ഒരു കുട്ടി ജനിക്കുന്നത് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പേരൻസിനാണ്, അല്ലെങ്കിൽ അതുപോലെ ഇമ്പൾസീവ് ആയിട്ടുള്ള ബയോളജിക്കൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു പേരൻസിനാണെങ്കിലും ആ കുട്ടിയിലും അതിൻ്റെ ട്രെയ്റ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി രണ്ടാമത്തെ കേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ രണ്ട് ബേബി ജനിക്കുന്നു, ഒരേ പേരൻസിന് ജനിക്കുന്ന രണ്ട് ബേബിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ബേബീസ് രണ്ടുപേരും രണ്ട് സാഹചര്യത്തിലാണ് വളരുന്നതെന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ രണ്ടുപേരുടെയും ജനറ്റിക്കൽ ഫാക്ടേഴ്സ് സെയിം ആണെന്നിരിക്കെ, അതായത് അഗ്രസീവ് ആൻഡ് വയലൻറ്റ് ട്രെയ്റ്റ്സ് ഉള്ള ജനറ്റിക്കൽ ഫീച്ചേഴ്സ് ഉള്ള ബേബീസ് ആണെന്നിരിക്കെ, ഒരു ബേബി ഇതുപോലെ തന്നെ വയലൻ്റ് ആൻഡ് അഗ്രസീവ് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ഫാമിലിയിൽ ജനിക്കുന്നു, അല്ലെങ്കിൽ വളരുന്നു. മറ്റേ കുട്ടി, അതായത് മറ്റേ ബേബി വളരെ പീസ്ഫുള്ളായിട്ടും കമ്പാഷനായിട്ടും വളരെ കൈൻഡ് ആൻഡ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഫാമിലിയിലാണ് വളരുന്നതെങ്കിൽ, ഏത് കുട്ടിക്കായിരിക്കും കൂടുതൽ അഗ്രസീവ് ബിഹേവിയർ പിന്നീട് ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത? ഓഫ് കോഴ്സ് വയലൻറ്റ് ബിഹേവിയർ അറ്റ്മോസ്ഫിയർ ആയിട്ട് വരുന്ന ആ ഫാമിലിയിൽ ജനിക്കുന്ന കുട്ടിക്കായിരിക്കും. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് അയാളുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ഉൾപ്പെടെ എൻവയോൺമെൻറ്റ് വളരെ വലിയ ഒരു പാർട്ട് നിർവഹിക്കുന്നുണ്ട്. ഓരോ വ്യക്തിയിലും സ്വഭാവ രൂപീകരണത്തിന് ജീൻസ്, DNA ഇതൊക്കെ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും, ആ ഒരു സ്വഭാവം പിന്നീട് ഡെവലപ്പ് ആവണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യം അവൻ വളരുന്ന, അല്ലെങ്കിൽ അവൾ വളരുന്ന സാഹചര്യമാണ് നിർണ്ണയിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത്, ഒരു നെഗറ്റീവായിട്ടുള്ള സ്വഭാവം എങ്ങനെ റീഇൻഫോഴ്സ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ ഒരു വ്യക്തിയിൽ വളരുന്നു, അതിനെപ്പറ്റിയാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. നമുക്കൊരു ചൈൽഡ്ഹുഡ് സിനാറിയോ എടുക്കാം. 5 വയസ്സുള്ള രണ്ട് കുട്ടികൾ ഒരു പാർക്കിൽ കളിക്കുന്നു വിത്ത് ദെയർ ഫാമിലി. ഈ ഫാമിലീസ് തമ്മിലും ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ ഒരു ടോയ് ഉണ്ട്. ആദ്യമേ ഒരു കുട്ടി ആ ടോയ് കൊണ്ട് കളിക്കുന്ന സമയത്ത് മറ്റേ കുട്ടി ആ ടോയ് വേണം, അല്ലെങ്കിൽ അതിനോട് അപ്രോച്ച് ചെയ്യുന്നു. അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ ടോയ് ആദ്യം കയ്യിലുള്ള കുട്ടി മറ്റേ കുട്ടിയെ ജസ്റ്റ് പുഷ് ചെയ്യുന്നു, ആ കുട്ടി താഴെ വീഴുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ബാക്കിയുള്ള രണ്ട് ഫാമിലീസിലുള്ള ആൾക്കാരും
ഭയങ്കരമായിട്ട് ചിരിക്കുന്നു, അത് ഒരു നല്ല രസമുള്ളൊരു കാര്യമായിട്ട് മൊത്തത്തിൽ അറ്റ്മോസ്ഫിയർ ഒരു തമാശ രൂപത്തിലേക്ക് മാറുന്നു. പക്ഷേ ഈ 5 വയസ്സുള്ള കുട്ടി വിചാരിക്കുന്നത് ഓക്കെ വെൻ ഐ പുഷ് ദ അതർ ബേബി, അതായത് ഞാൻ മറ്റേയാളെ പുഷ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് അപ്രൂവൽ കിട്ടി, അതായത് ബാക്കിയുള്ള എല്ലാവരും ചിരിച്ചു, ദേ അക്സെപ്റ്റഡ് മീ. സോ ഈ കുട്ടി വിചാരിക്കുന്നു ഓക്കെ വയലൻസ് ഗീവ് മീ അക്സെപ്റ്റൻസ്, സോ ദിസ് ഈസ് എ ഗുഡ് തിങ് എന്നുള്ള രീതിയിലാണ് ആ കുട്ടി ഫസ്റ്റ് അത് വിചാരിക്കുക. ഇനി ഈ സെയിം സീനറിയോയിൽ മറ്റേ കുട്ടി ടോയ് വേണമെന്ന് പറഞ്ഞു വരുന്നു, ഈ കുട്ടി ഒരു പുഷ് ചെയ്യുന്നു, പക്ഷേ ആ കുട്ടി താഴെ വീഴുന്നതിന് പകരം പേടിച്ച് ഓടിപ്പോകുന്നു. സോ അതിൽ നിന്ന് ഈ ടോയ് കയ്യിലുള്ള കുട്ടിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ വയലൻസ് അല്ലെങ്കിൽ അഗ്രഷൻ ഗീവ്സ് മീ പവർ. അതായത് അതേ സമയത്ത് ആ പേരൻസിൽ നിന്ന് യാതൊരു തരത്തിലുള്ള കറക്ഷൻ ബിഹേവിയറും വന്നിട്ടില്ല എങ്കിൽ ഈ കുട്ടി വിചാരിക്കുക ഓക്കെ വയലൻസ് അല്ലെങ്കിൽ അഗ്രഷൻ ഗീവ്സ് മീ പവർ എന്നുള്ളതാണ്. അത് ആ കുട്ടിയുടെ മനസ്സിൽ പതിയെ 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 വയർഡാവാൻ തുടങ്ങും. ഈ സെയിം കുട്ടി തന്നെ, അതായത് ഒരു 5 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 6 വയസ്സുള്ള കുട്ടി സ്കൂളിൽ പോകുന്ന ഒരു സ്കൂൾ അറ്റ്മോസ്ഫിയർ നമുക്ക് എടുക്കാം. അവിടെ 2 കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാകുന്നു, ഒരു കുട്ടി മറ്റേ കുട്ടിക്കിട്ട് ഇടിക്കുകയോ അല്ലെങ്കിൽ പുഷ് ചെയ്യുകയോ വാട്ടവർ അഗ്രസീവ് ബിഹേവിയർ കാണിക്കുന്നു. ഈ അഗ്രസീവ് ബിഹേവിയർ കാണിച്ചതിന് ശേഷം ആ ടീച്ചർ അതിനെ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കോ കൊടുക്കാതെ അതിനെ ഇഗ്നോർ ചെയ്ത് പോകുക എന്ന് വിചാരിക്കുക. എഗെയിൻ ഈ കുട്ടി വിചാരിക്കുന്നത് ഓക്കെ ദിസ് ഈസ് ഗുഡ് ആൻഡ് ഐ ഫീൽ സോ സേഫ്. അതായത് അങ്ങനെ ഒരു ബിഹേവിയറിനോടൊപ്പം തന്നെ ആ കുട്ടിക്ക് അവൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ ഒരു പവർ ജനറേഷൻ അല്ലെങ്കിൽ ഒരു ഹൈ പവർ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് കിട്ടും. സോ അതിൽ നിന്ന് ആ കുട്ടി വിചാരിക്കുന്നത് ഓക്കെ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു ആൻഡ് ഐ ഫീൽ മോർ പവർ. അപ്പോൾ ടീച്ചർ അവിടെ നിന്നൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നുമില്ല. ഈ കുട്ടിക്ക് ഒരുപാട് ഫീലിംഗ് സേഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് അവിടെ കിട്ടുന്നത്. സോ ദാറ്റ് എഗെയിൻ റെയിൻഫോഴ്സ് ദ ബിഹേവിയർ. ഇനി ഇതേ കുട്ടി തന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോകുന്നു, അവൻ ടീനേജർ ലെവലിലേക്ക് എത്തുന്നു. ടീനേജർ ലെവലിൽ എത്തുന്ന സമയത്ത് സെയിം ഒരു സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ഒരു അഗ്രസീവായിട്ടുള്ള അല്ലെങ്കിൽ ഇതേപോലത്തെ സാഹചര്യം വരുന്നു, ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു അല്ലെങ്കിൽ അഗ്രസീവ് ബിഹേവിയർ 2 ഗ്രൂപ്പ് അല്ലെങ്കിൽ 2 കൂട്ടുകാർ തമ്മിൽ അഗ്രസീവ് ബിഹേവിയർ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഈസ് ഓൾവേസ് ഉണ്ടാവും. 2 സൈഡിൽ നിന്നും ആ ഒരു മെയിൻ ക്യാരക്ടേഴ്സിനെ റെയിൻഫോഴ്സ് ചെയ്യുന്ന തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ബിഹേവിയേഴ്സ് മറ്റു കുട്ടികളിൽ നിന്നുണ്ടാവും. അതായത് പതിയെ പതിയെ ഈ വ്യക്തിയുടെ സ്വഭാവത്തിലേക്ക് വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയലൻസ് ഗീവ് മീ പവർ അല്ലെങ്കിൽ വയലൻസ് ഗീവ് മീ കൺട്രോൾ ഓവർ അതേഴ്സ് എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ അത് അയാളിൽ ഒരുപാടായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ അവിടെയുള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ കോളേജ് അധികൃതർ കൃത്യമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തില്ലെങ്കിൽ, അതിന് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന തരത്തിലുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തില്ലെങ്കിൽ ഈ ഒരു വ്യക്തി അയാളുടെ ഈ വയലൻറ്റ് ബിഹേവിയർ വീണ്ടും വീണ്ടും ഇയാളിൽ വയർഡാവാൻ തുടങ്ങും. അങ്ങനെ വയർഡായി കഴിഞ്ഞാൽ ദാറ്റ് ബിക്കം ഹിസ് വേ ഓഫ് ലൈഫ്. അതായത് ഇദ്ദേഹം വിചാരിക്കുന്ന വയലൻസ് മീൻസ് പവർ. കൃത്യമായിട്ടുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക്, പണിഷ്മെൻറ്റ് എന്നൊക്കെ രീതിയിൽ നമ്മൾ ഒരു വ്യക്തി വളർന്നു വരുന്ന രീതിയിൽ അയാൾക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തിൻ്റെ പേരിലാണെങ്കിലും മറ്റെന്തിൻ്റെ പേരിലാണെങ്കിലും നമ്മൾ ആ വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ്. ഇതേ വ്യക്തി അവൻ്റെ ടീനേജിൽ നിന്ന് അഡൾട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന ബിഹേവിയർ ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു ബിലീഫ് സിസ്റ്റം പോലെ എൻഗ്രേവ് ചെയ്തിട്ടുണ്ടാവും. അതായത് അഗ്രഷൻ അല്ലെ വയലൻസ് എന്ന് പറയുന്ന ഒരു ജസ്റ്റ് ആൻ ഓപ്ഷൻ അല്ല, ദിസ് ഈസ് ദ വേ ഓഫ് മൈ ലൈഫ് എന്നൊരു രീതിയിലേക്ക് ഇത് ചേഞ്ച് ആവും. സോ ദാറ്റ്സ് ഹൗ ക്രിമിനൽസ് ഡെവലപ്പ്. ചില ക്രിമിനൽസ് അവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ദേ ഡോണ്ട് ഫീൽ ഫിയർ അല്ലേ. ഓക്കെ നമുക്കറിയാം സൈക്കോപാത്തിക് ബിഹേവിയർ ഉള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ സോഷ്യോപാത്തിക് ബിഹേവിയർ ഉള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാലും മറ്റു ചില ക്രിമിനൽ ബിഹേവിയർ ഉള്ള ആളുകളിൽ നമുക്ക് ഇതേ ട്രെയ്റ്റ് കാണാൻ പറ്റും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഫീൽ സേഫ്. അവർക്ക് ആ ഒരു സേഫ്റ്റി ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരുപാട് റീസൺസിലെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടീനേജ് അല്ലെങ്കിൽ അവൻ്റെ ചെറുപ്പം തൊട്ടേ ഉണ്ടായി വരുന്ന ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഒരു കുട്ടി സ്കൂളിലോ മറ്റെവിടെയെങ്കിലുമോ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും റോങ് ഡൂയിങ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെയർ ഫാമിലി കംസ് ഇൻ. അതായത് അവരുടെ മാതാപിതാക്കൾ വരുന്നു, അവർ ചിലപ്പോൾ പറയുന്നത് ഇങ്ങനെ ആയിരിക്കും, ഓക്കെ അവനങ്ങനെ ചെയ്തെങ്കിൽ അവനങ്ങനെ റീസൺ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റൊരു കുട്ടി അങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അവനൊരു ബോയ് അല്ലേ, അവന് ചിലപ്പം പെട്ടെന്ന് ദേഷ്യം വന്ന് കാണും. ഇങ്ങനെയൊക്കെ തരത്തിലുള്ള രീതിയിൽ ആ കുട്ടിയുടെ നെഗറ്റീവായിട്ടുള്ള സ്വഭാവത്തെ ഇവർ ഡിഫെൻഡ് ചെയ്യും മറ്റുള്ളവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ കുട്ടിയുള്ള സ്നേഹം കൊണ്ടായിരിക്കും ഡിഫെൻഡ് ചെയ്യുന്നത്. അതുപോലുള്ള ഡിഫെൻഡിങ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അതുപോലുള്ള സ്വഭാവങ്ങൾ പേരൻസിൽ നിന്നോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഗാർഡിയൻ ഹൂഎവർ ഇറ്റ് ഈസ്
അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് വരുമ്പോൾ ആ കുട്ടിക്കുണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ധാരണ എന്ന് പറയുന്നത് ഓക്കെ ഞാൻ എന്ത് നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ദർ ആർ പീപ്പിൾ ടു പ്രൊട്ടക്റ്റ് മീ എന്നുള്ള ഒരു ബിലീഫ്, ഒരു വിശ്വാസം അവനിലേക്ക് വന്നു തുടങ്ങും. അത് അവൻ്റെ മുന്നോട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിനെ റീഇൻഫോഴ്സ് ചെയ്ത് ബാക്കിയുള്ളവരും കൂടെ നിൽക്കുന്നിടത്തോളം കാലം ഇതേ ബിഹേവിയർ ഡെവലപ്പായി മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഒരു ക്രിമിനൽ ബിഹേവിയറിൽ ഒരു വ്യക്തി പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും അതേ ബിലീഫ് സിസ്റ്റം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉള്ളതുകൊണ്ട് തന്നെ ദേ ഫീൽ സേഫ്. അവൻ ചിന്തിക്കുന്നത് ഓക്കെ സംഹൗ സമൺ വിൽ പ്രൊട്ടക്റ്റ് മീ എന്നൊരു ധാരണ അവൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്. ഇമാജിൻ, അതായത് ഒരു ടീനേജർ, ഒരു വളരെ നല്ല രീതിയിലുള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ അല്ലാത്ത ഒരു ടീനേജർ ഒരു ഗ്രൂപ്പിലേക്ക് ചെന്നുപെടുന്നു. ആ ഗ്രൂപ്പിലേക്ക് ചെന്ന് സമയത്ത് അവൻ ആ ഗ്രൂപ്പിലുള്ള അതർ മെമ്പേഴ്സ് നല്ല രീതിയിലുള്ള ഇമ്പോർട്ടൻസും സിഗ്നിഫിക്കൻസും ഒക്കെ കൊടുക്കുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അവർ ഇവനോട് പറയുകയാണ് ഓക്കെ പ്രൂവ് യുവർ സെൽഫ്, നീ ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ, അല്ലെങ്കിൽ നിനക്ക് എന്ത് വന്നാലും ഒരു പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ നീ ഒരു ധൈര്യശാലി എന്ന് കാണിച്ചതാ, ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കും. ഇനി അവൻ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സിഗ്നിഫിക്കൻസ് കിട്ടാൻ തുടങ്ങുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്താലും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുകളുണ്ട് എന്നുള്ളൊരു ധാരണകൾ, ഇതെല്ലാം അവനെ ആ ഗ്രൂപ്പിൽ നിലനിർത്താനും കൂടുതലായിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിലോട്ട് പോകാനായിട്ടുള്ള ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സ്വഭാവത്തെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ഹൗ ക്രിമിനൽ ബിഹേവിയർ സ്പ്രെഡ് ത്രൂ എ ഫാൾസ് സെൻസ് ഓഫ് സേഫ്റ്റി ഇൻ എ വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആൾക്കാർ, അതായത് ഒറ്റയ്ക്ക് നടന്നിരുന്ന ചില വ്യക്തികൾ ഒരു ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ആൾക്കാർ വളരെ ട്രഡീഷണലായിട്ട് പറയാറുണ്ട് അവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല, അതിന് ശേഷമാണ് അവൻ്റെ സ്വഭാവം മാറി തുടങ്ങി എന്നൊക്കെ പറയാറുണ്ട്. വളരെ കാഷ്വലായിട്ട് പറയുന്നൊരു കാര്യം. ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ജനറലായിട്ട് കാണാൻ പറ്റും. അതായത് ഒറ്റയ്ക്ക് നടന്ന ഒരു വ്യക്തി പതിയെ കുറച്ച് ടൈം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് അവൻ്റെ സ്വഭാവത്തിലുണ്ടാവുന്ന ചെറിയ മാറ്റങ്ങൾ വളരെ വിസിബിളായിട്ട് കാണാൻ പറ്റും. ഇഫ് യു നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മീഡിയ ഇൻഫ്ലുവൻസ് ആണ്. അതായത് ഒരു മീഡിയയ്ക്ക് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക. അതായത് ഒരു വളരെ ചെറിയ പ്രായം തൊട്ടേ നമ്മളൊക്കെ കാണാറുണ്ട് ഒരുപാട് വീടുകളിൽ വീഡിയോ TV വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഫിൽറ്ററിങ് ഒന്നും ഇല്ലാതെ യൂട്യൂബിലെ വീഡിയോസ് അല്ലെങ്കിൽ സിനിമകൾ, പലതരത്തിലുള്ള മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പിള്ളേർക്ക് വെച്ച് കൊടുക്കുന്നു, അവരവിടെ ഇരുന്നത് കാണുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടി വളരെ വയലൻസ് ഉള്ള സിനിമകളും അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് കോണ്ടൻറ്റുകളാണ് കാണുന്നതെങ്കിൽ അതിലൊക്കെ കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഒരു നായകൻ വരുന്നു, വയലൻസ് കാണിക്കുന്നു, വില്ലന്മാരെ കൊല്ലുന്നു, അല്ലെങ്കിൽ വാട്ട് എവർ വയലൻസ് ഇസ് ദെയർ അത് ചെയ്യുന്നു, BGM ഇടുന്നു, ആ ഒരു വയലൻസിനെ ആഘോഷിക്കപ്പെടുന്നു. അതായത് ദേ സെലിബ്രേറ്റ് ദാറ്റ് വയലൻസ്. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനിത് കാണുന്ന സമയത്ത് അവൻ്റെ ഡെവലപ്പിംഗ് സ്റ്റേജിൽ അവൻ കരുതുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഓക്കെ വയലൻസ് ഈസ് സെലിബ്രേറ്റഡ് ആൻഡ് വയലൻസ് ഈസ് ദ സൊല്യൂഷൻ എന്നൊരു രീതിയിലേക്ക് ഇത് മുന്നോട്ട് വരും. പക്ഷേ ഇവിടെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക്, ഇപ്പോൾ ഇങ്ങനൊരു സാധനം കണ്ടു, കുട്ടി പിന്നീട് അത് എന്തെങ്കിലും തരത്തിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, ദർ ഈസ് എ സൈക്കോളജിക്കൽ തിയറി കോൾഡ് സോഷ്യൽ ലേണിംഗ് തിയറി. അതായത് ആൽബർട്ട് ബന്ദൂര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ തിയറി മുന്നോട്ട് വെക്കുന്നത് കൊച്ചുകുട്ടികൾ ഇങ്ങനെയുള്ള മീഡിയയിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാർ കാണിക്കുന്ന അവരുടെ സ്വഭാവങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പണിഷ്മെൻറ്റ് കൊടുക്കാതെ അതിനെ റീഇൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഈ ഒരു ബിഹേവിയർ ആ കുട്ടിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. ഹൗ ഡു വി സ്റ്റോപ്പ് ദിസ് സൈക്കിൾ? ഇനി നമുക്കൊരു ഷഹബാസ് കേസ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഒരു ചൈൽഡ് മറ്റൊരു കുട്ടിയെ അടിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അഗ്രസീവ് ബിഹേവിയറോ അല്ലെങ്കിൽ ഒരു റോങ് ഡൂയിങ്സ് കാണിച്ചു കഴിഞ്ഞാൽ ഡോണ്ട് ലാഫ് അറ്റ് ഇറ്റ്, അല്ലെങ്കിൽ അതിനെ ഒരിക്കലും പോസിറ്റീവായിട്ട് ഒരു ബിഹേവിയർ പേരൻസിൻ്റെ ഭാഗത്തുനിന്നോ ചുറ്റിനുമുള്ളവരുടെ അടുത്തുനിന്നോ ഉണ്ടാവാൻ പാടില്ല. അതിനെ അപ്പോൾ തന്നെ അഡ്രസ്സ് ചെയ്യുക. ലെറ്റ് ദം നോ ദിസ് ഈസ് ബാഡ് വൺ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഒരു ടീനേജർ ആയിക്കഴിഞ്ഞാൽ, ഒരു ടീനേജിലുള്ള ഒരു വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ള റോങ് ഡൂയിങ്സ്, നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അവന് വേണ്ടി അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോരുത്. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയായിരിക്കും അത്, പക്ഷേ ലെറ്റ് ദം ഫേസ് ദ കോൺസിക്വൻസ്. കുറച്ച് നേരത്തെ തൊട്ടേ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്ത് അങ്ങനെയുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിലേക്ക് പോകാതെ നമുക്ക് നേരത്തെ തന്നെ അതിനെ
വളരെ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്ത് കൃത്യമായിട്ട് നമ്മുടെ കുട്ടികളെ ഒരു നല്ല വഴിയിലോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടാൻ സാധിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൺട്രോൾഡ് പണിഷ്മെൻറ്റ്സ് ആണ്. അതായത് ഇപ്പം ഒരു ചൈൽഡ് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു ബിഹേവിയർ കാണിച്ചു കഴിഞ്ഞാൽ ഒരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ അവനെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഫിസിക്കലി അബ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അടിക്കുകയോ ഇതൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് അവൻ എന്തൊക്കെയാണോ അവൻ്റെ ഒരു പ്രിവിലേജസ് ഉണ്ടോ, ജസ്റ്റ് കട്ട് ദർ പ്രിവിലേജ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഫ്രീഡത്തിൽ അവന് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കണം. അതായത് ഇപ്പോൾ ഒരു കുട്ടി നെഗറ്റീവായിട്ട് മറ്റൊരു കുട്ടിയെ ഇടിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അപ്പം തന്നെ അഡ്രസ്സ് ചെയ്യുക, ദിസ് ഈസ് എ ബാഡ് തിങ്. അതിനുശേഷം അവനോട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓക്കെ, ഈ കുട്ടി വളരെ ഇപ്പോൾ ഗെയിം കളിക്കുന്നൊരു കുട്ടിയാണ്, അതല്ലെങ്കിൽ പുറത്ത് പോയി കളിക്കുന്നൊരു കുട്ടിയാണ്, അവൻ്റെ എൻ്റർടൈൻമെൻറ്റ് എന്താണോ അതിൽ കട്ട് ഓഫ് ചെയ്യുക. അതായത് ഓക്കെ, നീ ഈ കുട്ടിയെ ഇടിച്ചു, അതുകൊണ്ട് നിനക്ക് 2 ദിവസത്തേക്ക് ടി വിനി കാണണ്ട, അല്ലെങ്കിൽ നീ കുട്ടിയെ ആയിട്ട് വഴക്കുണ്ടാക്കി, അതുകൊണ്ട് 2 ദിവസത്തേക്ക് നീ ഇനി മൊബൈൽ ഫോൺ യൂസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നീ പുറത്ത് പോയി കളിക്കണ്ട, നീ വീട്ടിലിരുന്നു. ഇങ്ങനെയുള്ള പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് അവന് പെട്ടെന്നൊരു സെൻസ് ഉണ്ടാവും. അതായത് ഓക്കെ, ഞാൻ എന്തെങ്കിലും നെഗറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ അഫക്റ്റ് മൈ ഫ്രീഡം ആൻഡ് ദെയർ വിൽ ബി സം കോൺസിക്വൻസസ്. അങ്ങനെ ഒരു ഫീഡ്ബാക്ക് അവൻ ഉണ്ടാകുന്ന സമയത്ത് അവന് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ഇഫ് ഐ ആക്ട് അഗ്രസീവ്ലി ഓർ വയലൻ്റ്ലി ഐ വിൽ ലൂസ് സംതിങ് വാല്യുബിൾ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടീച്ച് ഇമോഷണൽ കൺട്രോൾ. അതായത് നമ്മളൊരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വയലൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ കൊടുത്തു കഴിഞ്ഞാൽ, കാണിച്ചു കഴിഞ്ഞാൽ, മറ്റേ വ്യക്തിക്ക് അതെങ്ങനെയാണ് ബാധിക്കുക, അവൻ ഏതൊക്കെ തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാവും, അവനുണ്ടാകുന്ന പെയിൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. വയലൻസ് ഇല്ലാതെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ദെർ ആർ എ ലോട്ട് ഓഫ് അതർ ഓപ്ഷൻസ്. അങ്ങനെയുള്ള രീതിയിൽ പ്രോബ്ലം സോൾവിങ് സ്കില്ലിലൂടെ ഓരോ കാര്യങ്ങളെയും കാണാനായിട്ട് നമ്മൾ കുട്ടിയെ വളരെ ചെറുപ്പം തൊട്ട് തന്നെ പഠിപ്പിച്ചു തുടങ്ങും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മോണിറ്റർ ദെയർ സോഷ്യൽ സർക്കിൾസ്. അതായത് ടീനേജേഴ്സ് ആർ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദെയർ സറൗണ്ടഡ് പീപ്പിൾ. അതുപോലെ തന്നെ ഇവരുടെ സറൗണ്ടഡ്, അതായത് ഇവർ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്, അല്ലെങ്കിൽ ഇവരുടെ കൂട്ടുകാർ ആരൊക്കെയാണ്, അവരെങ്ങനെയുള്ളവരാണെന്നൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത്, ആസ് എ പേരൻറ്റ് മോണിറ്റർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയലൻസിനെ വളരെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിലാണ് നിങ്ങളുടെ കുട്ടി ഉള്ളതെങ്കിൽ നിങ്ങളുടെ കുട്ടിയും അതിനോട് അഡോപ്റ്റ് ആവാനായിട്ട് അല്ലെങ്കിൽ അഡാപ്റ്റഡ് ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ മോണിറ്റർ ദം വെരി കെയർഫുള്ളി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൂവീസ്, ഗെയിംസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, വയലൻസ് ഉള്ള ഒരുപാട് മൂവീസ് അല്ലെങ്കിൽ വയലൻസ് ഉള്ള ഒരുപാട് ഗെയിംസ്, ഇതൊക്കെ വളരെ നോർമലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നോർമലൈസ്ഡ് ആയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഫുള്ളായിട്ടും കംപ്ലീറ്റ് ആയിട്ടും ഒന്നും ഒഴിവാക്കാൻ സാധിക്കത്തില്ല. സോ നമ്മുടെ കുട്ടികളും ഇത് കാണാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. നമുക്ക് ഒരുപാട് എപ്പോഴും മോണിറ്റർ ചെയ്തിരിക്കുകയോ അല്ലെങ്കിൽ നമുക്കതിന് കാവലിരിക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, വളരെ നേരത്തെ തൊട്ട് തന്നെ കുട്ടികൾ ഇത് കണ്ടു അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നു, ആ സമയത്ത് എന്താണ് റിയാലിറ്റി, എന്താണ് എൻ്റർടൈൻമെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് റിയാലിറ്റിയും വിർച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും തമ്മിലുള്ള ഡിഫറൻസ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മൂവിയിൽ നായകൻ വയലൻസ് കാണിക്കുന്നു, അങ്ങനെ വയലൻസ് കാണിച്ചു, BGM ഇട്ട് വരുന്നു, സിനിമ അവിടെ തീരുന്നു എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം, ദിസ് ഈസ് മൂവി, നമ്മുടെ റിയൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിയമമുണ്ട്, പോലീസുണ്ട്, അതിനുണ്ടാവാൻ പോകുന്ന കോൺസിക്വൻസസ് ഇതൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് കുട്ടിക്ക് വളരെ ചെറിയ പ്രായം തൊട്ടേ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ റിയാലിറ്റിയും ഫിക്ഷനും തമ്മിൽ വേർതിരിച്ച് കാണാൻ കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും. ഷഹബാസ് മർഡർ കേസ് പോലുള്ള കേസുകൾ നമുക്ക് തടയാൻ സാധിക്കുമോ? ദ ആൻസർ ഈസ് യെസ്. അതായത് വളരെ ചെറുപ്പകാലത്ത് തന്നെ ഒരു ചെറിയ തള്ളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ അഗ്രഷനിൽ നിന്നോ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു കുഞ്ഞ് സ്വഭാവം, അത് വളരെ വലിയ ചിരി കൊണ്ടോ അല്ലെ പ്രോത്സാഹനം കൊണ്ടോ അതിനെ നമ്മൾ വളർത്തിയെടുക്കാതെ കൃത്യമായിട്ടുള്ള പണിഷ്മെൻറ്റ് കൊടുത്ത് അതിനെ ചേഞ്ച് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് ഒരു നല്ല വഴിയിലേക്ക് തിരിച്ചു വിടാൻ സാധിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. നമ്മളിപ്പോൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമ്മുടെ കുട്ടികൾ വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ അത് കാരണമാകും. സോ ആക്ട് നൗ. ഈ ഒരു ഡിസ്കഷൻ വാല്യുബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ദിസ് വീഡിയോ. ചിലപ്പോൾ നമുക്ക് മറ്റൊരു ട്രാജഡി തടയാൻ കഴിഞ്ഞേക്കും.